കാമവനാദികളിൽ വിഹാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൊച്ചുമക്കളെ, എല്ലാവരും വരൂ, മുത്തശ്ശി കഥ തുടങ്ങട്ടെ. രാധാകൃഷ്ണന്മാരും ഗോപികമാരും ഗോപാലന്മാരും ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നും എവിടേക്കാണ് പോയതെന്നറിയണ്ടേ? അവർ രമ്യകവനത്തിലേക്കും മാലതീവനത്തിലേക്കുമെല്ലാം കേളിയാടാൻ പോയി. ആ വനത്തിൽ എന്തെല്ലാം ഉണ്ടെന്നറിയണ്ടേ? മാവ്, വേപ്പ്, മാതളം, മുന്തിരി, ബദാം, കടമ്പ്, കൂവളം, ആല്, പ്ലാവ്, വാഴ, തുളസി, മന്ദാരം ഇങ്ങനെ തുടങ്ങിയുള്ള അനേകം വൃക്ഷങ്ങളും ചെടികളും നിറഞ്ഞ് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന വനമാണ്. എല്ലാവരും ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി ഓടിക്കളിച്ചും പാട്ടുപാടിയും നടക്കുകയാണ്. കൃഷ്ണൻ ഒരു കുന്നിൻ്റെ മുകളിലിരുന്ന് ഓടക്കുഴൽ വിളിക്കുകയാണ്. കൃഷ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ട് ഗോപികമാർ ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. പിന്നീട് ഗോപികമാരെല്ലാം കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി. എന്താ, കൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ചാൽ ഇത്ര അതിശയം എന്ന് തോന്നുന്നുണ്ടോ? അത് കൃഷ്ണന്റെ അത്ര നന്നായിട്ട് ഓടക്കുഴൽ വിളിക്കാൻ മറ്റാർക്കും ആവില്ല. അതുമാത്രമല്ല, സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയല്ലേ ഭൂമിയിൽ വന്ന് ഓടക്കുഴൽ വിളിക്കുന്നത്. അപ്പോൾ അത് കേൾക്കാൻ തന്നെ ഒരു ആനന്ദമല്ലേ. ഗോപികമാരെല്ലാം നൃത്തമാടാൻ തുടങ്ങി. കൃഷ്ണനും ഗോപികമാരോടൊത്ത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഗോപികമാർക്കെല്ലാം കുറച്ച് അഹങ്കാരം വന്നു. ഓരോരുത്തരും കൃഷ്ണൻ എന്റേതാണ് എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ കൂടെ കളിക്കുകയാണ്. ഗോപികമാരെല്ലാം സ്ഥലകാല ബോധമില്ലാതെ കളിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്തെന്നറിയണ്ടേ? രാധയെയും കൂട്ടി അവിടെ നിന്നും പോയി. ഗോപികമാർക്കെല്ലാം കൃഷ്ണന്റെ സാമീപ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലായി. അത്ര വലിയ കാട്ടിൽ അവർ തനിച്ചായതുപോലെ അവർക്ക് തോന്നി. പാവം, അവർ വല്ലാത്ത സങ്കടത്തിലായി. കരഞ്ഞുകൊണ്ട് വനത്തിലെല്ലാം തിരയുകയാണ് കൃഷ്ണന്. എല്ലാ മരങ്ങളോടും ചെടികളോടും പക്ഷിമൃഗാദികളോടും ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും മുകുന്ദനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ, എവിടെയാണ് കൃഷ്ണൻ ഉള്ളത് എന്ന്. പക്ഷെ ആർക്കും അറിയില്ല. പിന്നീട് കൃഷ്ണന്റെ കാൽപ്പാടുകൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി നടന്നു. കൃഷ്ണൻ രാധയെയും കുട്ടി സങ്കേതവടത്തിലെ കോകിലക്കാട്ടിൽ എത്തി. ഗോപികമാർ കൃഷ്ണന്റെ കാൽപ്പാടുകൾ നോക്കി നടക്കുകയാണല്ലോ. കുറച്ചു ദൂരം പോയപ്പോൾ അവർ കാൽപ്പാടുകൾ കണ്ടു. അവർക്ക് സന്തോഷമായി. കൃഷ്ണന്റെ കാൽപ്പാടുകളിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാമോ? യവചക്രധ്വജം, ഛത്രം, സ്വസ്തിക, അങ്കുശം, പിന്നെ 8 കോണായ വജ്രം, പത്മചിഹ്നങ്ങൾ, നീലശംഖഘടം, മത്സ്യം, മുക്കോണം, ആയുർധ്വധാര, ധനുർഗോപുരം, ചന്ദ്രാർത്ഥം ഇതെല്ലാമാണ് ആ കാൽപ്പാടുകളിൽ ഗോപികമാർ കണ്ടത്. കൃഷ്ണന്റെ പാദങ്ങളിൽ പറ്റിയ മണ്ണെടുത്ത് ഗോപികമാർ തലയിലും ദേഹത്തും ധരിച്ചു. കാൽപ്പാടുകൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കൃഷ്ണന്റെ കാൽപ്പാടിന്റെ കൂടെ ഒരു സ്ത്രീയുടെ കാൽപ്പാട് കൂടി കണ്ടു ഗോപികമാർ. അപ്പോഴാണ് രാധ അവരുടെ കൂടെ ഇല്ല എന്ന കാര്യം അവർ ഓർത്തത്. രാധയുടെ കാൽപ്പാടുകളിൽ എന്തെല്ലാമാണ് കണ്ടതെന്നറിയണ്ടേ? കേതു, താമരയില, ഊർധരേഖ, അർദ്ധചന്ദ്രൻ, ചക്രം, അങ്കുശം, ലതകൾ, ഗദ, ശംഖം, ശക്തി, ഗിരിരാജൻ, രഥം, സിംഹാസനം ഇതെല്ലാമാണ് കാൽപ്പാടിൽ കണ്ടത്. അപ്പോൾ ഗോപികമാർക്ക് തീർച്ചയായി രാധ കൃഷ്ണന്റെ കൂടെ പോയതാണ് എന്ന്. അപ്പോൾ കൃഷ്ണൻ രാധയോട് ഇങ്ങനെ പറഞ്ഞു, രാധേ, നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ പോകണം. ഗോപികമാരെല്ലാം നമ്മളെ തിരഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന്.
രാധ ഇങ്ങനെ പറഞ്ഞു. നടന്ന് നടന്ന് എൻ്റെ കയാലുകൾ വേദനിക്കുന്നു. എനിക്ക് നടക്കാൻ ആവുന്നില്ല. ഞാൻ തളർന്നുപോയി. ഇപ്പോൾ കൃഷ്ണ, നീ എങ്ങനെയാണ് എന്നെ കൊണ്ടുപോവുക എന്ന്. അപ്പോൾ കൃഷ്ണൻ പീതാംബരമെടുത്ത് രാധയ്ക്ക് വീശിക്കൊടുത്തു. എന്നിട്ട് നയത്തിൽ രാധയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കാം, നമുക്ക് മെല്ലെ നടന്നു പോകാം എന്ന്. ഇത് കേട്ടിട്ട് രാധ ഒന്നും പറയാതെ തിരിഞ്ഞിരുന്നു. അപ്പോൾ കൃഷ്ണൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, നിനക്ക് ഇത്ര അഹങ്കാരമോ? നിന്റെ അഹങ്കാരമെല്ലാം ഞാൻ ഇപ്പോൾ തീർത്തു തരാം എന്ന്. അങ്ങനെ വിചാരിച്ച് രാധയോട് പറഞ്ഞു, രാധേ, എഴുന്നേൽക്ക്, ഞാൻ നിന്നെ തോളിലേറ്റി കൊണ്ടുപോകാമെന്ന്. അത് കേട്ടതും രാധയ്ക്ക് സന്തോഷമായി. രാധ ചുമലിൽ കയറാനായി ഒരുങ്ങി നിന്നതും കൃഷ്ണൻ പിടിവിട്ട് എവിടെയോ മറഞ്ഞുപോയി. രാധ താഴെ വീണ് ഉറക്കെ കരഞ്ഞു. രാധയുടെ കരച്ചിൽ കേട്ട് ഗോപികമാരെല്ലാം അവിടെ എത്തി രാധയെ ആശ്വസിപ്പിച്ചു. കൃഷ്ണൻ എവിടെ എന്ന് ഗോപികമാർ ചോദിച്ചപ്പോൾ കൃഷ്ണൻ എന്നെ തനിച്ചാക്കി എവിടെയോ പോയി മറഞ്ഞു. ഇത് കേട്ട് ഗോപികമാർക്കെല്ലാം ആശ്ചര്യമായി. പിന്നീട് എല്ലാവരും കൂടി കൃഷ്ണൻ അവരുടെ അടുത്തെത്താൻ വേണ്ടി കൃഷ്ണന്റെ ഗുണഗണങ്ങളെ പറ്റി കീർത്തനങ്ങൾ പാടി തിരഞ്ഞു നടന്നു. ഇനി അടുത്ത ദിവസം പറയാം മക്കളെ. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സർവം കൃഷ്ണാർപ്പണമസ്തു.